പുറാട്ടുകരയെന്ന ഔദ്യോഗിക നാമമുള്ള സദാനന്ദനച്ഛനെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്വാമിയച്ഛനാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ, അവനെ സേവിക്കാൻ ഒരു മടിയുമില്ലാതെ ഇറങ്ങിത്തിരിക്കുവാൻ സ്വാമിയച്ഛന് സാധിച്ചത് ദൈവത്തെ അത്രയധികം സ്നേഹിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഈ സ്നേഹത്തിനു പകരം ദൈവം അദ്ദേഹത്തിന് ഒരു സിദ്ധി നൽകി. അത് വരണ്ട പ്രദേശങ്ങളിൽ ജലം കണ്ടെത്താനുള്ള ഒരു കഴിവാണ്. തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയുള്ള യാത്രയിൽ ഈ കഴിവിനെ മാനവ നന്മയ്ക്കായി അദ്ദേഹം ഉപയോഗിച്ചു പോന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് പാനിവാല, അതായത് ജലം നൽകുന്നവൻ എന്ന പേര് ലഭിക്കുന്നത്. സ്വാമിജി, അങ്ങ് പാനിവാല എന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. എന്താണ് അതിൻ്റെ ഒരു? വെള്ളം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആറുകളും പുഴകളും നദികളുമെല്ലാം എനിക്കിന് സഹോദരിമാരാണ്. ഇതാ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നൊരു നദി. ആഹ്ലാദത്തിൻ്റെ തിരത്തിലൂടെ അവൾ ഒഴുകിപ്പോകുന്നു. ഒരു നിമിഷം ഒരു സ്ഥലത്ത് താതി ജീവിക്കുന്നു, അനേകം ജീവൻ പങ്കുവയ്ക്കാൻ വേണ്ടി. അടുത്ത നിമിഷം കടന്നു പോകുന്നു. ആരുടെയും അംഗീകാരം ആവശ്യമില്ല, ആരുടെയും സ്വീകരണം ആവശ്യമില്ല. നന്മ ചെയ്യേണ്ട ധർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനന്തതയിലേക്ക് നീങ്ങുന്ന നദി. അത് ജീവിതത്തിൻ്റെ പ്രതീകമായി സ്വീകരിച്ചിരിക്കുകയാണത്. അപ്പോൾ നദികളും പുഴകളും സമുദ്രങ്ങളും മാത്രമല്ല, ഭൂമിയുടെ അടിയിലുള്ള വെള്ളവും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഭൂമിയുടെ അടിയിലും ഉറവകളുണ്ട്. അത് കണ്ടെത്തുവാനുള്ള കഴിവ് ഈശ്വര കൃപ എനിക്ക് നൽകി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കിണറിനൊക്കെ ഞാൻ കിണറിന് സ്ഥാനം കാണും, കുഴൽക്കിണർ സ്ഥാനം കാണും. അങ്ങനെ എന്നെ അവിടെയുള്ള മധ്യപ്രദേശിലെ ആൾക്കാർ എന്നെ പാനിവാല എന്നാണ് വിളിക്കുന്നത്. വെള്ളം തരുന്നവൻ എന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളക്കാരൻ എന്നാ വിളിക്കുന്നത്. കിണറിന് സ്ഥാനം കാണുന്നത് എങ്ങനെയാണ്? അതിന് എൻ്റെ ശരീരത്തിനകത്ത് ഒരു കാന്തിക ശക്തിയുണ്ട്. അതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അത് പരിശ്രമിച്ച് ഒരു ചെയിൻ ഞാൻ കയ്യിലെടുക്കും. അതും കൊണ്ട് ഞാൻ നോക്കി പോകുമ്പോൾ എൻ്റെ കൈൻ്റെ തുമ്പത്ത് തരിപ്പും ഈ വീശുന്ന ചെയിൻ്റെ കറക്കങ്ങളിലെ വ്യത്യാസം കൊണ്ട് ഞാൻ പറയും, ഇന്ന സ്ഥലത്ത് ഇത്ര ദൂരത്തിൽ വെള്ളമുണ്ട്, അത് പാറയാണോ മണലാണോ എന്ന് വെച്ച് പറയാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വെള്ളം കിണറിന് സ്ഥാനം കാണുന്നത്. മധ്യപ്രദേശിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ കിണറിന് സ്ഥാനം കണ്ടിട്ടുണ്ട്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ, കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ പോയിട്ടുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും വെള്ളം നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ കിണറുകൾ മനസ്സിലുണ്ടോ? ഒത്തിരിയേറെ കിണറുകളുണ്ട്, വളരെയേറെ കിണറുകളുണ്ട്. പല സമയത്തും ആൾക്കാർ വെള്ളമില്ലാതിരിക്കുന്ന സമയങ്ങളിൽ 600-650 രൂപ കഴിഞ്ഞ് വെള്ളം വരുമ്പോഴൊരു സന്തോഷമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് ഇൻഡോറിലെ ഉദയനാറ് അടുത്ത് ഒരു കോൺവെന്റിൽ ഞാൻ വെള്ളം നോക്കാൻ പോയി. അതാണോ സിസ്റ്റർ റാണി മരിയ? സിസ്റ്റർ റാണി മരിയ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. ഞാൻ അവിടെയുള്ള റാണി മരിയ ജോലി ചെയ്തിരുന്ന എല്ലാ ഗ്രാമങ്ങളിലും വെള്ളം നോക്കാൻ പോയി. അത് ശാലോം ടിവിയിലെ പ്രക്ഷേപണം ചെയ്ത ഇൻഡോർ റാണി അതിലാ കണ്ടിരുന്നതാണ്. അതൊന്ന് വിശദീകരിക്കാമോ? അത് വിശദീകരിക്കാം. അപ്പോൾ ഞാൻ അന്ന് വെള്ളം നോക്കാൻ പോയപ്പോഴേ സിസ്റ്റർ റാണി മരിയ ജോലി ചെയ്യുന്ന എല്ലാ ഗ്രാമങ്ങളിലും പോയി വെള്ളം നോക്കുക മാത്രം അല്ല എൻ്റെ ലക്ഷ്യമായിരുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഒരു സിസ്റ്റർ 54 കുത്തുകളോടുകൂടി കൊല്ലപ്പെട്ട ആ സഹോദരിയെ പറ്റിയുള്ള ഗ്രാമക്കാരുടെ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കോൺവെൻറ്റിലുള്ള സഹോദരിമാരുമായിട്ട് സംസാരിക്കാൻ എനിക്കിടയായി. അവരുടെ മനസ്സിൻ്റെ വേദനയും അവരുടെ മനസ്സിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭയവും ഉത്കണ്ഠയെല്ലാം എന്നെ വളരെ സ്പർശിക്കുകയുണ്ടായാണ്. അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചലിപ്പിച്ചത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താ അത്? ഞാൻ സിസ്റ്റർ റാണി മരിയെ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. മരിച്ചു എന്ന് നമ്മൾ പേപ്പറിൽ വായിച്ചു, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ ന്യൂസ് അല്ലാതെ വേറെ ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ അവിടെ എന്തൊക്കെയോ വേദനകളുടെ നിഴലുകൾ എനിക്ക് കാണാൻ സാധിച്ചപ്പോഴേ ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി, എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതിനകത്ത്. ആ ചിന്ത വളരെയേറെ ആഴപ്പെടാൻ തുടങ്ങി. ഓരോ ദിവസം ചെല്ലുന്നൊരു ആഴപ്പെടാൻ തുടങ്ങി. അവരുടെ ദുഃഖം
എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും, അവരെ ഭയം എങ്ങനെ അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കും. അപ്പോൾ അച്ഛന് ഇത് അവരെ പരിചയപ്പെടുമ്പോൾ അവർ സത്യത്തിൽ ഭയത്തിൻ്റെ നിഴലിൽ തന്നെയായിരുന്നു. ആ ഉത്കണ്ഠ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും. അപ്പോൾ എനിക്ക് ആദ്യം ആ ഉത്കണ്ഠ, അതായത് സിസ്റ്റർ റാണി മരിയയുടെ അതേ സാഹചര്യം അവരുടെ ഇനിയുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഉണ്ടാകാമെന്നൊരു സംശയം ഉള്ളിൽ അവർക്കുണ്ടത്. ഇനി എന്ത് സംഭവിക്കും? അത് എന്നെ വളരെ സ്പർശിച്ചപ്പോൾ അന്ന് തന്നെ ഞാൻ അവിടെയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ജീവൻ സിംഗിനൊന്ന് കാണണം. ജീവൻ സിംഗ് എന്ന് പറയുന്നത് ആരാണ്? അവനാണ് ഇതിനെ പ്ലാൻ ചെയ്ത് വന്നതാണ്. അവിടെയുള്ള പൊതുസ്വരം, ഈ കൊലപാതകത്തിന് പിന്നിൽ സമ്പന്ദർ സിംഗാണ് കൊന്നതെങ്കിലും ജീവൻ സിംഗ് എന്ന വ്യക്തിയാണ് ഈ ആളെ അതിന് പ്രേരിപ്പിച്ചതെന്നും ഒരു വാടക കൊണ്ടേറ്റാണ് അവർ മറ്റുള്ള സമ്പന്ദർ സിംഗ് കാണുന്നതും. അങ്ങനെയാണ് ഇതിൽ ഇടങ്ങപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇവൻ ജീവൻ സിംഗിൻ്റെ പ്രേരണയാൽ സമന്ദർ സിംഗ് ഈ കൊലപാതകം നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ നടത്തി അവൻ ജയിലിൽ പോയി. ജീവൻ സിംഗ് കുറച്ച് നാൾ ജയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം തിരിച്ചു വന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടെയുണ്ട്. അപ്പം ഞാനെന്ത് വിചാരിച്ചു, എന്നാൽ അവനിന്ന് കണ്ട് സംസാരിക്കാം. ആദ്യം ജീവൻ സിംഗിനെ കണ്ട് സംസാരിക്കാം. അങ്ങനെ ജീവനെ കണ്ട് അപ്പം ഞാൻ ജീവൻ സിംഗിനെ അറിയില്ല. അപ്പം ഞാൻ അവിടെയുള്ള ബഹുമാനപ്പെട്ട സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഈ ജീവൻ സിംഗിന് എനിക്ക് പരിചയമുള്ള ഒരാളെ എൻ്റെ കൂടെ കൂടെ ഞാൻ പോലും സംസാരിച്ചുകൊണ്ട് അവരൊരു പറയുക, അതെങ്ങനെ നടക്കുമോ നടക്കില്ല, എന്തായിരിക്കും എൻ്റെ ഫലം എന്നെ പറ്റിയൊരു സംശയാസ്പദമായിട്ട് അവരെന്നെ മനസ്സിൽപ്പെട്ടത്. കാരണം ജീവൻ സിംഗിനെ പറ്റി അപ്പോഴും ഒരു ഭയമുള്ള ഒരു രൂപമാണുള്ളത്. അപ്പോൾ പരിചയമുള്ള ഒരാളെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. ഞാൻ ആളുടെ കൂടെ ബജാറിലേക്ക് ഞാൻ നീങ്ങി. അപ്പോൾ ബജാറിലെത്തിയപ്പോൾ ഈ കൂടെ വന്ന ആദിവാസി പറഞ്ഞു, ആ കടയിലിരിക്കുന്നവനാണ് ജീവൻ സിംഗ്. ആദിവാസി ദൂരെ നിന്ന് കാണിച്ചു തന്നുള്ളത്. അപ്പം ഞാൻ ആളെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇനി നീ പൊക്കോ. അപ്പം ഞാൻ ജീവൻ സിംഗിനെ കാണാൻ വേണ്ടി കടയിലേക്ക് കയറി ചെന്നു. ഒരു തുണിക്കടയാണത്. ഞാൻ കയറി ചെന്ന് ആൾക്കൊരു നമസ്തേ പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. തുണി വാങ്ങിക്കാൻ വന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. ഞാൻ തുണിയല്ല എനിക്ക് ആവശ്യം, ഞാൻ അങ്ങേ കാണാൻ വന്നതാണ്. എന്നെയാ? അല്ല, ജീവൻ സിംഗ് അല്ലത്. അതെ, ഞാൻ ജീവൻ സിംഗാണ്, കാണാൻ വേണ്ടി വന്നതാണ്. എന്താ കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നരസിംഹപൂർ സച്ചിദാനന്ദ ആശ്രമത്തിൽ നിന്ന് വന്നതാണ്. ഞാനിവിടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ദാരുണമായിട്ട് മരണത്തെപ്പറ്റി ഞാൻ കേട്ടു. അതിൽ പലവർക്കും അതിനുള്ള ഭാഗഭാഗത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇയാൾക്ക് അതിനകത്തുള്ള വലിയ ചെറിയൊരു ഉത്തരവാദിത്തം ഞാൻ അറിയുന്നു ഞാനത്. അപ്പോൾ താങ്കളും കോൺവെൻറ്റുമാരുമായിട്ടുള്ള ഒരു സമ്മേളനത്തിന് ഒരു ചർച്ചയ്ക്ക് ഞാൻ നിങ്ങൾ വഴിയൊരുക്കി തരാം. അനുരഞ്ജനം വേണ്ടി ചർച്ചയ്ക്ക് ഞങ്ങൾ വഴിയൊരുക്കി തരാം. അതിനെനിക്ക് സാധിക്കും. അതിന് താങ്കൾ ഒരുക്കമാണെങ്കിൽ നമുക്ക് ഈ കേസ് വിടാൻ സാധിക്കാം. അച്ഛൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ആ കോൺവെൻറ്റിലുള്ളവരെ ഭീതിയുടെ നിഴലിൽ നിന്ന് മോചിപ്പിക്കണം, അനുരഞ്ജനം സാധിക്കണം ചെയ്യാനത്. അപ്പം ആൾ ചോദിച്ചു, ഞാൻ ആരാന്ന് ചോദിച്ചു. ഞാനാരെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാ ഈ വേഷത്തിലാ? ഇത് ചാരപ്പണിയായിരിക്കുള്ളൂ. അധികം താമസിക്കുക ആൾ ഫോൺ ചെയ്ത് പോലീസിനെ വിളിപ്പിച്ചു. അവിടെ ഇരുന്ന് ഫോൺ ചെയ്ത് പുള്ളി 2 പോലീസുകാർ ഓടി വന്ന് പറഞ്ഞു, അവർ എന്നോട് വന്ന് ചോദിച്ചത്, നിങ്ങൾ അയാൾ എവിടെ നിന്നാണ് വരണത്, എന്താ കാര്യം, ഇവിടെ ഈ ഗ്രാമത്തിൽ എന്തിനു വേണ്ടി വന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ടൊന്നും പറയാനില്ല, ഞാൻ പോലീസുകാരുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. അതിന് സ്റ്റേഷനിലേക്ക് എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ വന്നില്ല, എനിക്ക് അവിടെ വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ. ഞാനൊരു ആതങ്കവാദിക്കോ മാറ്റുന്നില്ല, ഞാനൊരു സാധാരണ മനുഷ്യൻ, എൻ്റെ വേഷം കണ്ട് നമുക്കറിയാമല്ലോ അത്. അപ്പോൾ പിന്നെ ഞാൻ അവർ പറഞ്ഞു വിട്ട് ഞാൻ ജീവൻ സിംഗ് വീണ്ടും സംസാരത്തിൽ ഇറങ്ങി. വളരെ സൗമ്യമായി ശാന്തമായി ഞാൻ ആളെ അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഞാൻ സംസാരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്കിതിന് 4 ലക്ഷം രൂപ ചിലവുണ്ട്. ഇതിനാകെ എനിക്ക് 4 ലക്ഷം രൂപ ചിലവായി. ഈ 4 ലക്ഷം രൂപ എനിക്ക് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഞാൻ പിന്നെ ചർച്ചയ്ക്ക് വേണ്ടി വരുക. 4 ലക്ഷം രൂപ ജീവൻ സിംഗിന് ചിലവായി എന്ന് പറയുന്നത് ഏത് മാർഗത്തിൽ? അത് വക്കീലിനും പോലീസുകാർക്കും കൊടുത്ത കാശൊക്കെ ആയിരിക്കുമല്ലോ, അത് നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, കാശിനെ പറ്റി എന്നോട് പറയരുത്. എനിക്ക് ചെയ്യാവുന്ന കാര്യം 2 കൂട്ടരെയും ഒരു മേശയ്ക്ക് അപ്പുറത്ത് വരുത്തിയിരുന്ന് ചർച്ചയ്ക്ക് ഒരുക്കി തരാം, അവിടെ അനുരഞ്ജനം ഉണ്ടാവുകയും ചെയ്യും, അതിന് സഹായിക്കും. അപ്പോൾ ആൾ പറഞ്ഞു, കാശില്ലാതെ ഈ പണിക്ക് ഞാനില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ സംസാരത്തിൽ
മുന്നോട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ കടക്കാരന് പറഞ്ഞു, മതി, നിങ്ങൾ എടുക്കില്ല, നമുക്കതുകൊണ്ട് അത് അവസാനിപ്പിച്ച് പോകാൻ നല്ലത്. അപ്പോൾ ഞാൻ ആൾക്ക് നന്ദിക്കും പറഞ്ഞ് കൈക്കും കൂപ്പി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞാൻ അതുവഴി വിശേഷം സിസ്റ്റേഴ്സുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിൽ വീണ്ടും കിടക്കുന്നുണ്ട്, ഇനി എന്താ ചെയ്യാൻ പറ്റും നമുക്ക്, അത് വീണ്ടും മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഞാൻ അവിടേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉദയനഗറിലെ ആശ്രമത്തിൽ ഞാൻ ചെന്നു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ അവസാന ദിവസങ്ങളിലാണ് പേപ്പറിൽ ന്യൂസ് വരുന്നത്, സമ്പന്ദർ സിംഗിനെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു. ആ പേപ്പർ ഞാനും വായിക്കണ്ടായി. അപ്പോൾ അതൊരു സംസാര വിഷയമാണ്, അവിടെ എല്ലാവരും കൂടെ സംസാര വിഷയമാണ്. അപ്പോൾ അതിനോട് അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും അതിൽ ദുഃഖിക്കുന്നവരും സഹതപിക്കുന്നവരും സന്തോഷിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു പല വിസ്തൃതമായിരിക്കുന്ന അനുഭവങ്ങളും വികാരങ്ങളുമാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഞാനും അതിനോട് എല്ലാം മൂളിക്കെട്ട്, കാരണം എനിക്ക് കുറേ മനസ്സിലാക്കാണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. എല്ലാം ഞാൻ കേട്ടും ശ്രമിച്ചും നമ്മളവിടെ ഇരുന്നു. രാത്രി ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഇതാണ് ചിന്ത തന്നെയായിരുന്നു, എൻ്റെ റോൾ ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി ഞാൻ ഇനി എന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ രാത്രി എനിക്ക് ഉറക്കം കിട്ടിയില്ല. ഞാനിപ്പോൾ ദൈവത്തിൽ പറയാം, എന്താ ഈ കാരണം, നീ എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചായോ, മുന്നോട്ട് പ്രകാശനം ഞാൻ എങ്ങനെ മുന്നോട്ട് പോയതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് വെക്കഴിഞ്ഞാൽ ഞാൻ അവിടെ സഹോദരന്മാരോട് ചോദിച്ചു, എനിക്കിനി സമ്പന്ദർ സിംഗിനെ കാണണം, എന്തായാലും അവന് ജീവപര്യന്തം ശിക്ഷയായിട്ട് മാറിക്കഴിഞ്ഞു, അവൻ എവിടെയായിരിക്കണം സാധ്യത. അപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കറിയില്ല, അവരുടെ നിഷ്കളങ്കത അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഞാൻ അവിടെ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു, ഞങ്ങൾക്കറിയില്ല. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ ആശ്രമത്തിൽ വന്ന് ഞാൻ ബിഷപ്പിനെ ഫോൺ ചെയ്ത് ചോദിച്ചു, അവിടെയുള്ള സെക്രട്ടറീസിനെ ഫോൺ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ആർക്കും വ്യക്തമായിരിക്കുന്ന ഒരു അറിവില്ല എവിടെയായിരിക്കും എന്നതിനെ പറ്റിയിട്ട്. അങ്ങനെ എൻ്റെ അന്വേഷണം അത് മുട്ടിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി, ഞാൻ ഞങ്ങളുടെ അവിടുത്തെ ജയിൽ സൂപ്രണ്ടുമായി സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ അവിടെ ഫോൺ ചെയ്ത് ചോദിച്ചു, പറഞ്ഞു ആ ആൾ ഇൻഡോർ സെൻട്രൽ ജയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആൾ പറഞ്ഞു, ഒരു സഹായം ചെയ്തു തരണം, എനിക്ക് അവനൊന്ന് പോയി കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. സമ്പന്ദർ സിംഗിനെ നേരിട്ട് പോയി കാണാനുള്ള ഒരു വഴി എനിക്ക് ഒരുക്കി തരണം. കാരണം ഞാൻ താമസിക്കുന്ന ആശ്രമവും ഇൻഡോറും തമ്മിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും ദൂരമുണ്ട്. അപ്പോൾ എനിക്ക് ആൾ കാണാവുന്ന ഒട്ടും പരിചയമില്ലാത്ത സ്ഥലങ്ങളാണത്. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഇയാൾ പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഒരു ഗുരു വരുന്നുണ്ട്, അപ്പോൾ ആളെ വേണ്ട ഇത് സ്വീകരിച്ച് സമ്പന്ദർ സിംഗിനെ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ആൾക്ക് കൊടുത്തേക്കണം. അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ ആളെ എന്നെ കാത്തു നിൽക്കണ്ടായിരുന്നു. എന്നെ ആൾ വിളിച്ച് ജയിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് സമ്പന്ദർ സിംഗിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ വലിയൊരു ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തു നിൽക്കണം ഇയാളെ, ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഇയാളെ മനസ്സിൽ ഒത്തിരിയേറെ ഒരുക്കം നടന്നിട്ടതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടാണ് ഈ ചെല്ലുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾ പറഞ്ഞു, ആ വരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. ദൂരെ നിന്നേ കാണിച്ചു തന്നത് ആ വരുന്ന വ്യക്തിയാണ്, അതിന് ഉള്ളിൽ കൊണ്ട് പറ്റുകയാണ്. അപ്പോൾ അവനിങ്ങനെ തല താഴ്ത്തിട്ട് ഒരു അലക്ഷ്യഭാവത്തിൽ ഒരു പകുതി വട്ടൻ്റെ രീതിയിൽ പറയാം, അത്രയും ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലാത്ത രീതിയിലാണ് താടിക്കും വെളി വന്നിരിക്കുന്നത്. അപ്പോൾ വരുന്ന ആൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സ്പീഡ് കൂടി ഞാൻ അങ്ങോട്ട് ഓടി ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ആൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കണം, അത് ദൈവത്തിൻ്റെ ക്ഷമയുടെ ഒരു അനുഭവമായിട്ട് മാറണം എന്നുള്ള ആ ചിന്തയോട് കൂടിയിട്ട് ഞാൻ ഈശ്വര പാദങ്ങൾ അവനെ സമർപ്പിച്ച് ഞാൻ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ചെറിയ ഷോക്കായി. അത് അവൻ ഒട്ടും പ്രതീക്ഷയില്ല. അവൻ പ്രതീക്ഷിക്കുന്നില്ല ഈ കെട്ടിപ്പിടിച്ചുള്ള രംഗം കാണാൻ വേണ്ടി ഒരു 10-30 ജയിൽപ്പുള്ളികൾ ചുറ്റും കൂടി. അപ്പോൾ എനിക്ക് സ്വല്പം ഒരു വിഷമത്തിലൊരു നാണം പോലെയൊക്കെ ആയി എനിക്കത്. അപ്പോൾ അപ്പോൾ എൻ്റെ കാൽക്ക് വീണു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തായി കെട്ടിപ്പിടുത്തേണ്ട അർത്ഥം. അപ്പോൾ ജയിലറിൻ്റെ കൂടിയുണ്ട്, എന്തതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിങ്ങനെ രസമായിട്ട് അവിടെ പ്രസൻസിന് ഞാൻ പറഞ്ഞേ, ഈ വെള്ളാരം കല്ല് തീയുണ്ട് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ, വെള്ളാരം കല്ല് തീയാ അല്ല, അത് ഉറച്ചാൽ തീയാവും, തീപ്പെട്ടിക്കകത്തും തീയുണ്ട്, പക്ഷെ അത് ഉറയ്ക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ മനുഷ്യ വ്യക്തികളിലും പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും ജീവനും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്.
അത് പുറത്ത് വരണമെങ്കിൽ അത് വേണ്ട രീതിയിൽ വരച്ചാൽ മതി. ഞാനിത് വരെ നടത്തായിരുന്നു അവിടെ. ഇപ്പോൾ എനിക്ക് എൻ്റെ സഹോദരനായ സമ്പന്നർ സിംഗിൻ്റെ ജീവനുള്ള ആ ദൈവത്തിൻ്റെ ആ ജീവനും ശക്തിയും കൃപയും പ്രകാശിപ്പിക്കണം എനിക്ക്. അതിന് വേണ്ടിയിട്ടൊരു ഉമ്മ വയ്ക്കലായിരുന്നത്. പിന്നെ ഞാൻ ജയിലോട് പറഞ്ഞത് ഇനി ആൾക്കാർ കൂട്ടുകൂടെ ഇതൊരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് സ്വല്പം സ്ഥലം ഉണ്ടായ എവിടെ ചെന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജയിലിൽ വരുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ചെറിയ മുറി തുറന്നു തന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ സംഭാഷണം ചുരുങ്ങിയ വാക്കുകളിൽ, സംഭാഷണം ചുരുക്കം അത്രയേ ഉള്ളൂ. നീ എനിക്ക് സഹോദരനാണ്. അച്ഛൻ അങ്ങോട്ട് പങ്കുവച്ചു. ഞാൻ അങ്ങോട്ട് പറയണം, നീ എനിക്ക് സഹോദരനാണ്, ജീവിതകാലം വരെ ഞാൻ നിന്നെ സ്വീകരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ സമന്തർ സിംഗിൻ്റെ പ്രതികരണം പൊതുവെ എപ്രകാരമായിരുന്നു? ആദ്യം അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുള്ള വലിയൊരു മനസ്സിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ സഹോദരനാണ് മാറി മാറി പറഞ്ഞു വന്നത്. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ തട്ടി സ്പർശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ലക്ഷണമായിരുന്നു അവൻ എൻ്റെ കാലിൽ പിടിച്ച് അവനെ ആശ്വദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് ഉള്ളൊരുക്കി യേശുവിൻ്റെ ആത്മാവിനെ പങ്കുവച്ചു. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി എന്നോട് പ്രതികരിച്ചത്, അന്ന് സ്വാമിജി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ എൻ്റെ തലവേദന പോയി. എനിക്ക് ഉറക്കമില്ലായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ പ്രേരിപ്പിച്ച ജീവൻ സിംഗിനെയും കുടുംബത്തെയും അവസാനിപ്പിച്ച് സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ പുള്ളി ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷത്തിലാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വിഷമങ്ങളും വേദനകളും മാറി എനിക്കൊരു പുതിയ ശാന്തി വന്ന് ഞാൻ 7 വർഷമായിട്ട് ആദ്യമായി ഉറങ്ങിയതെന്നാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റം ഞാൻ കണ്ട ആളുകൾ. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ആദരിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചുപോയി. ഞങ്ങൾ ഇടയ്ക്ക് പിന്നെ എഴുത്തുകൾ കൈമാറാൻ തുടങ്ങി. രണ്ടാമത് ഞാൻ ആളെ കാണാൻ ചെന്നപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് എണ്ണയും സോപ്പും ഇൻലൻഡും പഴവർഗ്ഗങ്ങളാണ് പോണത്. ഇത് എൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ആളുടെ കണ്ണു നിറഞ്ഞു. എൻ്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ച് വിട്ടുപോയതാ. ഈ കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോൾ ശേഷം ഭാര്യ ഉപേക്ഷിച്ച് പോയി വേറെ കല്യാണം കഴിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ വരുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണുള്ളത്. അപ്പോൾ ലോകം മുഴുവൻ ഒരു ക്രൂരനായ വ്യക്തിയെന്ന് വിധി എഴുതിയ സമന്തർ സിംഗിനെ അച്ഛൻ സഹോദരനായി സ്വീകരിച്ചു അല്ലേ? തീർച്ചയായിട്ടും. ദുഷ്ടന് വേണ്ടിയും ശിഷ്ടന് വേണ്ടിയും മഴ പെയ്യുന്ന ആ പിതാവ്, നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും സൂര്യൻ ഉദിപ്പിക്കുന്ന ആ പിതാവിൻ്റെ മകനെന്ന് ഉൾഘോഷിച്ച് യേശുവിൻ്റെ ശിഷ്യനാണ് ഞാനും. ലോകത്തിൻ്റെ വിധിയെഴുത്ത് അല്ല യേശുവിൻ്റെ വിധിയെഴുത്ത്. പാപികൾ അന്വേഷിച്ചറിഞ്ഞ യേശുവിനെ പോലെ ഞാൻ അവൻ്റെക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ എൻ്റെ സഹോദരനാണ്. ആ സാഹോദര്യം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പഴവർഗ്ഗങ്ങളും എണ്ണയും സോപ്പും ഇൻലൻഡുമായിട്ട് അവനെ കാണാൻ ചെന്നത്. അതവൻ്റെ കണ്ണുകളെ നിറഞ്ഞു കഴിഞ്ഞു ഒഴുകാൻ അനുവദിച്ചു. കാരണം സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ, വീട്ടിൽ നിന്ന് ആരും വരാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് സ്വാമി എൻ്റെ പുറകെ? എൻ്റെ ഉത്തരവാദിത്തമാണത്, എൻ്റെ കടമയാണത് ഞാൻ എൻ്റെ സഹോദര്യം പങ്കുവയ്ക്കുക എന്നുള്ളത്. ഞങ്ങളുടെ സഹോദരി പിന്നെ വളർന്ന് ഞാൻ സിസ്റ്റർ റാണിമരിയുടെ അനുജത്തിയായ സെൽമിയുമായിട്ട് പരിചയപ്പെട്ട് സെൽമി വഴി ആളെ രാഖി കെട്ടി സെൽമി ആളെ സഹോദരനായി സ്വീകരിക്കുകയാണ്. പിന്നീട് സമന്തർ സിംഗിനെ സിസ്റ്റർ സെൽമി രാഖി കെട്ടി സഹോദരനായി സ്വീകരിച്ചു. അതിന് സാഹചര്യം ഒരിക്കൽ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സമന്തർ സിംഗ് അത് അനുവാദം ചോദിച്ചു, ബിഷപ്പിൻ്റെ അനുവാദം ചോദിച്ചു, സെൽമിയുടെ അനുവാദം ചോദിച്ചു, അവരുടെ സുപ്രീസ് അനുവാദം ചോദിച്ച് എല്ലാവരും അനുവാദത്തോട് കൂടിയിട്ട് രാഖിയുടെ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ പോയി ആൾ രാഖി കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ സ്വന്തം സഹോദരിയെ ക്രൂരമായി കൊന്ന ഒരാളെ രാഖി കെട്ടാൻ സിസ്റ്ററിന് ഒരു മടിയല്ലോ ഉണ്ടായിരുന്നു? ഒരു മടിയും ഉണ്ടായിരുന്നില്ല. നിർവൃതിയായിരുന്നു അത്. ഇത്ര നാളും കാത്തിരുന്ന സഹോദരനെ കണ്ടെത്തിയെന്നുള്ള ആ ദൂത്തുപുത്രനെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ ആനന്ദമായിരിക്കും സെൽമിക്കാന്നുണ്ടായിരുന്നത്. അതിനുശേഷം സെൽമിയുടെ വീട്ടിൽ നിന്ന് സഹോദരനും അമ്മയും വന്ന് ജയിലിൽ പോയി ആളെ കണ്ട് ആളുടെ കൈകൾ ചുംബിച്ചു. അവനിൽ കണ്ട മാറ്റം കണ്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ ആൾ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. പരോളിൽ ആദ്യം ഞങ്ങൾ ആളെ ഇറക്കാൻ ആദ്യം പരിശ്രമിച്ചു. ഞങ്ങൾ അതിന് നമ്മൾ ഒത്തിരിയേറെ കടത്തുകളും കടക്കേണ്ടി വന്നിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്രമാദമായ കേസായതുകൊണ്ട്. പിന്നെ നരസിംഹപൂർ കളക്ടറും ഇൻഡോർ കളക്ടറും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ആ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ടാണ് ആളെ ആദ്യമേ പരോളിൽ ഇറക്കുന്നത്. 3 പരോൾ നമ്മൾ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം അവളുടെ മനപരിവർത്തനം കണ്ടുകൊണ്ട്
ആളെ പൂർണ്ണമായും ജയിലിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി നമ്മൾ സെൽമിയുടെ വീട്ടുകാരും രൂപതയും അവരുടെ സന്യാസ സഹോദരിമാരും സെൽമിയെല്ലാം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്ന് ആ എഴുത്തുമായി ഞങ്ങൾ ഗവർണർ വരെ പോയി. ഗവർണറുടെ പ്രത്യേക താല്പര്യത്തിലാണ് പിന്നെ ആളെ പൂർണ്ണമായും പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സമന്തർ സിംഗിൻ്റെ ജീവപര്യന്തം അച്ഛൻ്റെ ഇടപെടലിലൂടെ ഇളവ് ചെയ്ത് വാങ്ങിച്ചെടുത്തു അല്ലേ? തീർച്ചയായിട്ടും. അതിൽ കൂടുതലായിട്ട് സമന്തർ സിംഗ് വീട്ടിൽ പോകുന്നത് അവരുടെ വീട്ടുകാരുടെ സഹകരണം വലിയൊരു സഹകരണമായിരുന്നത്. അവരെല്ലാവരും യാതൊരു വ്യവസ്ഥയും കൂടാതെ തന്നെ ആളെ പുറത്ത് കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടുകൂടി തന്നെ അതിലെല്ലാം സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് നൽകുകയുണ്ടായി. അത് രൂപതാധ്യക്ഷനും സിസ്റ്റേഴ്സ് സമൂഹത്തിൻ്റെ സുപ്പീരിയേഴ്സും സെൽമിയിൽ നിന്ന് അത് ഞങ്ങൾ പിന്നെ ഫോർവേഡ് ചെയ്തിട്ടാണ് ഈവൻ ഗവർണറാണ് ഞങ്ങൾ പോകേണ്ട വന്നത്. ഞങ്ങൾക്ക് ആ ഗവർണർ പ്രത്യേക ഇൻട്രസ്റ്റ് കൊണ്ടാണത് ആളെ ഇളവ് ചെയ്തുകൊണ്ട് പിന്നെ പുള്ളി പുറത്ത് കടന്നു വരുന്നത്. പുറത്ത് വന്നതിന് ശേഷം സംബന്ധത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കൊല്ലപ്പെട്ട സഹോദരിയുടെ കുടുംബത്തെ സന്ദർശിക്കുന്നുള്ളത്. അത് ശരി. റാണി മരിയയുടെ അപ്പന് അസുഖമാണെന്ന് സമ്മതിച്ച് കേട്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ആളെ പോയി കാണണം. ഇൻഡോർ പിതാവിൻ്റെ പ്രത്യേക അനുമതിയോടും ആശീർവാദത്തോടും കൂടി ഞങ്ങൾ ഇൻഡോറിൽ നിന്ന് കേരളത്തിൽ വന്നപ്പോൾ ആ കുടുംബം അവരെ തൻ്റെ സ്വന്തം മകനെപ്പോലെ സ്വീകരിച്ചുകൊണ്ട് വിരുന്നൊരുക്കി. കണ്ണുനീരോടുകൂടി അവൻ്റെ കൈകൾ ചുംബിച്ചുകൊണ്ട് അവരുടെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് അവരെ അനുഗ്രഹാശീർവാദം സ്വീകരിച്ചു. അങ്ങനെ സംബന്ധർ സിംഗിന് ഒരു വീടല്ല, ഒരു അപ്പനും അമ്മയല്ല, രണ്ടപ്പനും രണ്ടമ്മയും രണ്ട് വീടായിട്ട് മാറി. അപ്പോൾ അങ്ങനെ വലിയ ഒരു സുവിശേഷ പ്രഘോഷണമാണ് അച്ഛന് ഇതിലൂടെ. എനിക്കതിനകത്ത് ഒത്തിരിയേറെ സംതൃപ്തിയുണ്ട്. യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം പങ്കുവെക്കിച്ചു കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് തന്നെ. ഇപ്പോഴും സമന്തർ സിംഗുമായിട്ടുള്ള ഈ ബന്ധം അത് നിലനിർത്തുന്നുണ്ടോ? ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വിളിച്ചു, ഇന്നലെയും വിളിച്ചു, ഇപ്പോഴും വേണമെങ്കിൽ വിളിക്കുക. കാരണം അവനൊരു ഒറ്റപ്പെട്ട ഫീലിങ്സ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഞാൻ അവൻ്റെ സഹോദരനാണ്, ഞാൻ വാഗ്ദാനം ചെയ്ത വ്യക്തിയാണ്. എൻ്റെ മരണം വരെ, അവൻ്റെ മരണം വരെ ഞാൻ എന്നും അവൻ്റെ ആത്മാവിൽ ഒന്ന് ചേർന്നുകൊണ്ട് അവൻ ഞാൻ നയിക്കും. അവനെ ഞാൻ സഹായിക്കുന്നു, സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ആൾ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തുകൊണ്ട് സന്തോഷമായി മുന്നോട്ട് പോകുന്നു. പിന്നെ ആൾക്കൊരു കൊച്ചു കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനൊരു കൊച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണെങ്കിൽ അത് നിറവേറ്റാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. തീർച്ചയായും. സ്വാമിയച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. യഥാർത്ഥ ക്രിസ്തീയത അത് എങ്ങനെയെന്നത് വെളിപ്പെടുത്താൻ സ്വാമിയച്ഛന് ശക്തി ലഭിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടതുകൊണ്ടാണെന്ന് വ്യക്തമാകുന്നു. കാരണം അച്ഛൻ്റെ മിഷണറി പ്രവർത്തനം അത് എപ്പോഴും സാഹസികമായിരുന്നു. ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു സാഹസികത.